അടുത്ത സെഷനിലേക്ക് കടക്കാണ്. അത് നമ്മൾ കൺസ്ട്രെയിൻഡ് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് 3 എലിമെന്റ്സ് വന്നത് വേരിയബിൾസ്. എത്ര വേരിയബിൾസ് ഉണ്ട്, ഡൊമൈൻസ്, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. അതിൽ വേരിയബിൾസ് ഏതൊക്കെയാണ് അതാണ് നമ്മൾ കാണും. അതായത് കൺസ്ട്രെയിൻസ് എന്ന് വിചാരിച്ചു. ഡൊമൈൻസ് ഇല്ല. ഏതൊക്കെ ഈവൻസ് ആണെന്ന് അറിയാം. കുറേ ഈവൻസ് ഉണ്ട്. അത് ഏത് ഈവൻസ് ആണെന്ന് ഉദ്ദേശിച്ചാണ്. ചിലത് ചെറിയ ഈവൻസ് ഇപ്പോൾ സൈക്ലോണിൻ്റെ അറിയുന്നത് ഇന്നുപോലെ നമുക്ക് കണ്ടിന്യൂസ്ലി റിസർച്ച് ചെയ്യണം. അത് കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റിന് ടോസ്റ്റിന് എന്താ പറയുക, കോയിനായിരിക്കും, സോറി, ഹെഡായിരിക്കും വരും, ടൈലായിരിക്കും വരും. അപ്പോൾ 2 ടൈപ്പ് വേരിയബിൾസ്, ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ഉണ്ട്, കണ്ടിന്യൂസ് വേരിയബിൾസ്. ഡിസ്ക്രീറ്റിൽ തന്നെ ഫൈനൈറ്റ് ഉണ്ട്, ഇൻഫിനിറ്റ് ഡൊമൈൻസ് ഉണ്ട്. ഫൈനൈറ്റ് ഡൊമൈൻസ് ഇപ്പോൾ തന്ന ഡൊമൈൻസ്, ഫൈനൈറ്റ് ഡൊമൈൻസ് നമ്മുടെ CSP രണ്ടാമത്തെ എലിമെന്റ് ഏതാണ്? ഡൊമൈൻസ്. അതായത് ഇപ്പോൾ നമ്മൾ കോളേജിൽ 4 ക്ലാസ് റൂം ഉണ്ട്. അപ്പോൾ ഈ 4 ക്ലാസ് റൂം വെച്ചിട്ടാണ് ഈവൻസിലാക്കേണ്ടത്. അത് ഒരു ഈവന്റ് ഏത് ക്ലാസ് റൂം നോക്കണം, മറ്റേ ഈവന്റ് ഏത് ക്ലാസ് റൂം നോക്കണം, അത് നമുക്കറിയാം. ഫൈനൈറ്റ് ഡൊമൈൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് മാപ്പ് കളറിൽ ഇപ്പോൾ റെഡ്, ഗ്രീന്, ബ്ലൂ 5 സ്റ്റേറ്റും ഉണ്ട്. സുഖമായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളൂ. അത് ഞാൻ അടുത്ത എക്സാമ്പിൾ 8 പവർ ഒക്കെ ഫൈനൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ മന്ത്രിയുടെ മൂവ്മെന്റ് എവിടെയാണ്, നമ്മുടെ രഥത്തിന്റെ മൂവ്മെന്റ് എവിടെയാണ്, ഈ ഒരു ഭാഗത്തൂടെ പോകണം, ഇതൊക്കെ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻഫൈനൈറ്റ് ഡൊമൈൻസ് എന്നാണ് അത് പറ്റിയില്ല. ഇന്ന് ഒരു വർക്ക് വന്നു, അതുപോലെ ഇന്ന് തീർക്കണം, നാളെ തീർക്കണം എന്ന് പറയില്ല. നമുക്ക് എപ്പോൾ തീർക്കണം തീർക്കണം. അതാണ് ഇൻഫൈനൈറ്റ് ഡൊമൈൻസ്. ആദ്യത്തെ എക്സാമ്പിളാണ് ലീനിയർ കൺസ്ട്രെയിൻസ്. ഇത് നോൺ ലീനിയർ കൺസ്ട്രെയിൻ. ലീനിയറിന് സോൾവബിൾ ആയിരിക്കും, നോൺ ലീനിയർ കൺസ്ട്രെയിൻസിൽ സോൾവ് ചെയ്യാൻ പറ്റാത്തായിരിക്കും. കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് വേരിയബിൾസിന് കണ്ടിന്യൂസ്. ഞാനൊരു പ്രോഗ്രാം തുടങ്ങാം. ഇത് എത്ര വർഷത്തേക്കാണ്? ഇപ്പോൾ PhD ചെയ്യാനില്ല. ഞങ്ങളെല്ലാം ചെയ്യും PhD 3 വർഷം കൊണ്ടാകാം. പറ്റില്ല. 3 വർഷം പറയാനേ പറ്റില്ല. അത് ഗൈഡിന് അനുസരിച്ചായിരിക്കും. ഗൈഡ് എങ്ങനത്തുള്ള ഗൈഡാണ് അതിനനുസരിച്ച് 3 5 ഇപ്പം എൻ്റെ ഫ്രണ്ടിന് 7 വർഷമായിരിക്കും. മോസ്റ്റ്ലി വിചാരിച്ചത് 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് തീർത്തില്ലായിരുന്നു. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് ചെയ്ത് വെച്ചാൽ ഷെഡ്യൂളിൻ്റെ എക്സ്പീരിയൻസ് എന്താ. അപ്പോൾ ടെലിസ്കോപ്പിൽ ഇപ്പോൾ സോളാർ എക്ലിപ്സ് വരുന്നതാണ്, അതിൽ ഭൂമിയിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്, ഇതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതെപ്പോഴും ഓരോ ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്തല്ല, കണ്ടിന്യൂസ്ലി. സോ ലീനിയർ പ്രോഗ്രാമിംഗ് ഉണ്ട്. ലീനിയർ പ്രോഗ്രാം തന്നെ ലീനിയർ ഇക്വാലിറ്റീസ് ഉണ്ട്, ഇനി നോൺ ലീനിയർ ഇക്വാലിറ്റീസ് ഉണ്ട്, പിന്നെ പോളിനോമിയൽസ്, തിയറി കോമ്പറ്റീഷൻ ഉണ്ട്, നോൺ പോളിനോമിയൽ NP പോളിനോമിയൽ, അതെല്ലാം കണ്ടിന്യൂസ് വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്, ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻസ്. 3 കൺസ്ട്രെയിൻ ആണ് ഉള്ളത്. യൂണറി കൺസ്ട്രെയിൻ, ബൈനറി കൺസ്ട്രെയിൻ, ഗ്ലോബൽ കൺസ്ട്രെയിൻ. ഒന്നുമില്ല യൂണറി എന്നാണ് പുനർവർത്തിക്കില്ല, ഒരാൾക്ക് മാത്രം അപ്ലിക്കുക. ബൈനറി എന്നോ 2 പേർക്ക് അപ്ലിക്കുക. ഗ്ലോബൽ എന്നോ എല്ലാവർക്കും അപ്ലിക്കുക. അപ്പോൾ യൂണറി കൺസ്ട്രെയിൻ എനിക്ക് എൻ്റെ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ആണ്. ഞാൻ ഓക്കെയാണോ, അപ്പോൾ അത് മാത്രമേ എഴുതിയിട്ടാണ്. ഞാൻ കൺസിസ്റ്റൻ്റ് ആണോ, എനിക്ക് റെഡ് വന്നില്ല, ഗ്രീൻ ഇഷ്ടമാണെങ്കിൽ ഗ്രീൻ തരം മാറില്ല, അതൊരു കണ്ടീഷൻ. ബൈനറി കൺസ്ട്രെയിൻസ് ഇപ്പോൾ എൻ്റെ ഞങ്ങൾക്ക് കേരളം പറയണം, കേരളത്തിൽ റെഡ് കൊടുത്തുകഴിഞ്ഞാൽ നെയ്ബേഴ്സ് കേരളത്തിൽ നെയ്ബേഴ്സ് ആയിട്ടുള്ള 3 സ്റ്റേറ്റ് എന്ത് ചെയ്യണം, റെഡ് കൊടുക്കാൻ പാടില്ല. അതാണ് ബൈനറി കൺസ്ട്രെയിൻസ്. അതിനുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായി. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കഥ സൗത്ത് ഓസ്ട്രേലിയൻസ് ഗ്രീൻ ഇഷ്ടമല്ല, അതൊന്നും ആ കണ്ടീഷൻ അനുസരിച്ച് അതൊരു റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇങ്ങനെ ഗ്രീൻ കൊടുക്കണ്ട, പറഞ്ഞിട്ടുള്ള ഗ്രീൻ ഇഷ്ടമല്ല പറഞ്ഞു. അപ്പോൾ യൂണിറ്റ് കൺസേൺ ഒരാൾ മാത്രം വരികയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഫൈയുടെ വാല്യൂ എന്തായാലും നമുക്കറിയാം 3.14, അല്ലാണ്ട് വേറെ ഏതെങ്കിലും വാല്യൂ കൊടുക്കാൻ പറ്റുമോ? പിന്നെ 20 വയസ്സായാലും 3.19, ഇതെല്ലാം വേറെ ഏതെങ്കിലും വാല്യൂ കൊടുക്കാൻ പറ്റുമോ? 6 അതുകൊണ്ടാണ് യൂണിറ്റ് കൺസ്ട്രെയിൻ ആണ്. ബൈനറി കൺസ്ട്രെയിൻ എന്നാണ്
വാല്യൂ മാറി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ 3 ആണെങ്കിൽ 3 അല്ലാത്ത വാല്യൂസ് മോഡുണ്ട്. അതാണ് ബൈനറി. ഗ്ലോബൽ കൺസ്ട്രെയിന് ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഓരോരുത്തരുടെയും കൺസ്ട്രെയിൻ ആണ്. സാർ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നു പറ്റും, അവൻ പറയുന്നു സാർ എനിക്ക് ഫസ്റ്റ് വരാം, ഈ കുട്ടികളിന് സാർ എനിക്ക് ഫസ്റ്റ് വരാം, ആ കുട്ടികളിന് എനിക്ക് ഫസ്റ്റ് വരാം, ഓക്കെ എല്ലാവരും ഫസ്റ്റ് വരും. ഫസ്റ്റ് വേരിയിൽ എവിടെയിരിക്കണം, ആ കുട്ടികളിന് സാർ എനിക്ക് ഫസ്റ്റ് പൊസിഷൻ ഇല്ല, ഓക്കെ അവൻ പറയുന്നത് എല്ലാവരും ഫസ്റ്റ് പൊസിഷൻ എടുത്തില്ല, ഓക്കെ ഓക്കെ അവൻ വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യും. അവന് ഫസ്റ്റ് വേരിയിലാണ്, ഫസ്റ്റ് വേരിയിൽ വേറെ ഏതെങ്കിലും സീറ്റ് കൊടുക്കാം. അപ്പോൾ അതേ തന്നെയാണ് ഇവിടെ പറയുന്നത്. എല്ലാ വേരിയബിൾസും സുഡോക്കിന്റെ കേസിൽ പാർഷ്യലായിട്ട് തന്നിട്ടുണ്ടാവും. സുഡോക്ക് അറിയില്ല തരുന്ന സമയത്ത് തന്നെ, പ്രോബ്ലം തരുന്ന സമയത്ത് ചിലപ്പോൾ 1 ഉണ്ടാവും, ചിലപ്പോൾ 3 ഇവിടെ ഉണ്ടാവും, ചിലപ്പോൾ 5 ഉണ്ടാവും, 7 ഉണ്ടാവും. നമുക്കറിയാം ഈ 3 ഈ കോളത്തിൽ വരാനില്ല, ഈ റോളിൽ വരാനില്ല. അവർ 1 ഇവിടെ വരാനില്ല, ഇവിടെ വരാനില്ല, 5 ഇവിടെ വരാനില്ല, ഇവിടെ വരാനില്ല, 7 ഈ സൈഡിൽ വരാനില്ല, ഈ സൈഡിൽ വരാനില്ല. അത് പാർഷ്യലായി തന്നിട്ട് എല്ലാ കോളത്തും ഇപ്പോൾ ഇവിടെ 1 വരാം, പക്ഷെ ഇവിടെ 5 വരാൻ പാടില്ല, ഇവിടെ വരാൻ പാടില്ല. ഇപ്പോൾ എല്ലാ കൺസ്ട്രെയിനും എല്ലാ വേരിയബിൾസും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കൺസിസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? ഒരാൾ മാത്രം കണ്ടിട്ട് മറ്റേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അതാണ് ഗ്ലോബൽ കൺസ്ട്രെയിൻ. കാര്യം മനസ്സിലായോ? കുറച്ചേ ഉള്ളൂ. ഇനി അടുത്താണ് പ്രോബ്ലം കണക്കുന്നത്. അപ്പോൾ റിയൽ വേൾഡ് പ്രോബ്ലത്തിലെ ടീച്ചിങ് അസൈൻമെന്റ്സ്. ഇപ്പോൾ നിങ്ങളെ പോലെ കോപ്പി പേസ്റ്റ് പോലെ അല്ലേ ഇതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊരു അസൈൻമെന്റ് ആണല്ലോ. ഞങ്ങളിപ്പോൾ KTL പറയുന്നു നമ്മുടെ ഫസ്റ്റ് സീരീസ് സിസ്റ്റം 2 യൂണിറ്റ് അറിയില്ല, 5 യൂണിറ്റിന് 2 യൂണിറ്റ് ഫസ്റ്റ് സീരീസ് സിസ്റ്റം, സെക്കൻഡ് സീരീസ് സിസ്റ്റം ബാക്കിയുള്ള 2 യൂണിറ്റ്. അത് നമുക്ക് അസൈൻമെന്റ് തന്നിരിക്കുകയാണ്. ഞങ്ങൾ വർക്ക് ലോഡ് തന്നിട്ടുണ്ട്, ആ ഡെയിലി ആഴ്ചയിൽ 5 അവറുകൾ 5 അവർ KTL പറഞ്ഞ ആ അവർ എടുക്കുന്നു. അതിൽ പ്രകാരം 2 യൂണിറ്റ് തീർത്തിരിക്കാം. എന്ത് ചെയ്യാൻ അർത്ഥത്തെ അപ്പം അതൊരു റിയൽ വേൾഡ് സിസ്റ്റം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് 5 കിട്ടുമ്പോൾ 5 കിട്ടുകയും അതാണ് എൻ്റെ ഒരു അസൈൻമെന്റ് പ്രോബ്ലം. ടൈം ടേബിൾ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ എനിക്കൊരു ടൈം ടേബിൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആ പീരീഡ് എൻ്റെ ക്ലാസ് റൂമിൽ ആ സമയത്ത് എൻ്റേതായ വെറൈറ്റി വരുമോ? ഇല്ല. വന്നു കഴിയുമ്പോൾ ഫോം കിട്ടുമോ? ഞാൻ നമുക്കറിയാം, ഞാനിപ്പോൾ ഒരു ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് എടുക്കാം, അപ്പോൾ പറയുന്നു സാർ ടൈം ടേബിൾ പ്രകാരം ഈ അവർ വേറെ ക്ലാസ്സിൽ സാർക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും. അപ്പോൾ അസൈൻമെന്റ് എന്തായിരിക്കണം? യൂണിറ്റ് ആയിരിക്കണം. അതാണ് റിയൽ വേൾഡ് CSP. ഹാർഡ് ES അത് ഇലക്ട്രോണിക്സ് ആണ്. ഇത് ലോജിസ്റ്റിക്സ്, ഇത് മറ്റേ BCom വരുന്നതാണ്, BBA ജോബ് ഷെഡ്യൂളാണല്ലോ. ഒരു ടയർ വീല് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിന് 8 മണിക്കൂർ തീർക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പിന്നെ അത് നോക്കണം, ഇത് നോക്കണം. വീല് ഇത് ചെയ്തിട്ടില്ല എന്നാ ഞാൻ ചെയ്തു തന്നെ അവർ എന്താണ് കൺസ്ട്രെയിൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് പറയുന്നത്. ക്രിപ്റ്റ് അരിത്മെറ്റിക് പസിൽസ്. എന്താ ക്രിപ്റ്റ് അരിത്മെറ്റിക്, അതായത് ക്രിപ്റ്റ് ആയിട്ട് ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവും. എന്നിട്ട് ഈ ക്യാരക്ടേഴ്സിന് ഏത് നമ്പർ അസൈൻ ചെയ്യണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ആൻസറാണ്, അതിനുള്ള ഗെയിമാണ് ഫസ്റ്റ്. അതെ, ഫസ്റ്റ് വേർഡ് ഗെയിം. അതെ, അതുപോലെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, 2 + 2 = 4. അപ്പോൾ നമ്മൾ ആദ്യം ഈ ടേബിളൊന്നും വരില്ല, ഈ ഫിഗറൊന്നും വരില്ല, ഞാൻ ടേബിൾ വരച്ചു തരാം ക്ലിയർ ആയിട്ട്. വളരെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമ്മൾ ടേബിൾ വരയ്ക്കണം. നമ്മൾ ആദ്യം ഇതിലിപ്പോൾ നമുക്കറിയാം 3 ക്യാരക്ടർ, ഇത് 4 ക്യാരക്ടർ. അപ്പോൾ എന്തായാലും ആകെ എത്ര നമ്പേഴ്സ് ഉണ്ടാവില്ല, അല്ല എത്ര നമ്പർ പൊതുവെ 10 നമ്പേഴ്സ്. ആ 10 നമ്പേഴ്സ് നമ്മൾ കയ്യിൽ വയ്ക്കാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി ഓരോ ക്യാരക്ടറും എടുക്കുക. T, പിന്നെ W, പിന്നെ O, പിന്നെ H, പിന്നെ U,
ഓരോ ക്യാരക്ടേഴ്സിനും എന്ത് ചെയ്യും നമ്മൾ 3 നമ്പേഴ്സ് ഡോമിനൻസ് വരാം. ഒന്നുകിൽ 0 വരാം, 1 വരാം. എന്തൊന്നും നമുക്ക് അറിയില്ല. 0 to 9, ഒരു 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 0 to 9. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 3 കൂടിയിട്ട് നമുക്ക് 4 ലെറ്റേഴ്സ് ഉള്ള ഒരു വേർഡാണ് പറ്റും. 4 +2 4 ആണ് നമുക്കറിയാം. പക്ഷെ എഫ് പറയുന്നത് എന്താണ്? ക്യാരി. എന്താണ്? എഫ് ക്യാരി. അപ്പൊ അതിനർത്ഥം എന്താ? ഈ 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഷുവറായിട്ടും ക്യാരി വരില്ലേ? അതാണ് ഈ ഒരു ക്യാരി. അതായത് 3 നമ്പർ ഉണ്ട്, 3 നമ്പേഴ്സ് ഉണ്ട്, 4 ലെറ്ററുള്ള വേർഡാണ്, 4 ലെറ്ററുള്ള വേർഡ്. ദാറ്റ് മീൻസ് ഇതിലൊരു ക്യാരി ഉണ്ട് ചെയ്യാം. C1, ഇത് C2, അപ്പൊ ഇതിനെന്തായിരിക്കും? ഇത് C3 അല്ലേ? അല്ലെങ്കിൽ ഇത് C1 ആക്കാം, ഇത് C2 ആക്കാം, ഈ Fനെ C3 ആക്കാം. നമുക്ക് തീരുമാനിക്കാം C3, C2, C1. അപ്പം ക്യാരി എപ്പോഴും എന്തായിരിക്കും? ക്യാരി എന്താർത്ഥം? നമുക്ക് നമ്പർ അസുഖം എന്താ? 0 to 9. അപ്പോൾ 5 + 5 വരുമ്പോഴല്ലേ വരിക ക്യാരി. അല്ലെങ്കിൽ 4 + 6, അല്ലെങ്കിൽ 6 + 4, 7 + 3, എന്തായാലും 10 ആണ് വരിക. 9 അല്ലാത്ത നമ്പറാണല്ലോ വരിക. ദാറ്റ് മീൻസ് ക്യാരി ഇത് 4 + 4 എന്താ? 4 + 4 എന്താ? 8. ക്യാരി ഉണ്ടോ? ഇല്ല. അപ്പോൾ ക്യാരിയുടെ പോസിബിലിറ്റീസ് അറിയിക്കാൻ ഏത് വാല്യൂസ് നോക്കാം. അതായത് നമ്മൾ C1 C3 ഒന്ന് ചേട്ടൻ ഓക്കെ. അപ്പോൾ C3, C2, C1. ഇതിൽ മാക്സിമം കൊടുക്കാൻ പോകുന്നത് ഏതാണ്? 0, 1. ഇതിലും 0, 1. ഇതിലും 0, 1. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇനി നമ്മൾ ഏത് ക്യാരക്ടറിന് ഏത് നമ്പർ വേണം. അപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, എന്തായാലും C3 എന്താ ഇവിടെ ഇത് നമ്മളിവിടെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എഴുതണം. ഇത് ഇവിടെ നോക്കൂ, ഇത് C3, അതായത് F C3 ആണ്. ഇത് C2 വരാം, ഇത് C അല്ലേ? രണ്ടും കൂട്ടിയിട്ടല്ലേ ഒരു ക്യാരി ഇവിടെ വേണ്ടത്. ക്യാരി പുറത്ത് വീട്ടിലുണ്ടായിരുന്നല്ലോ. ഇത് C1, ഇത് C2, F C3. അപ്പോൾ F1 മൂന്നാമത് ക്യാരക്ടർ, നാലാമത് ക്യാരക്ടറാണ് വന്നത് അല്ലേ? നമ്മൾ 5 കൂട്ടിക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഒരു ലെറ്ററോ അത് എപ്പോഴും എന്തായിരിക്കും? 1 അല്ലേ? നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം ഈ F എന്തായിരിക്കണം? 1 ആയിരിക്കണം. എന്താണ്? F1 ആയിരിക്കണം. F1 സംഖ്യ. ബാക്കി 0, 2, 3 ഒരു ക്യാരക്ടറും വേണ്ട, ഓൺലി 1 മാത്രം. അപ്പം 1 കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും 1 കൊടുക്കാൻ പാടുമോ? പാടില്ല. അപ്പോൾ ഇവിടെ 1 റിമൂവ്, ഇവിടെയും 1 റിമൂവ്, ഇവിടെയും 1 റിമൂവ്, യൂലും 1 ഉപയോഗിക്കുന്നത്, ആറിലും 1 ഉപയോഗമാണ്. അത് ഈ ക്യാരി നമുക്കറിയാം ഇത് 1 ആയി അല്ലേ? അപ്പൊ അതായത് ഇത് 1 ആണ്. നമ്മൾ ഇനി എഴുതണം, കുറച്ച് വ്യക്തമായിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ T 0, 1, 2, 3, 4, 4,
6, 7, 8, 9. ഇതിന് 1 നമ്മൾ നോക്കൂ F. അപ്പോൾ F 1 ആയി. ഇനി അടുത്തപ്പോൾ F ഓക്കെ. ഇനി നമുക്ക് O വന്നിരിക്കണം, അതിൻ്റെ ക്യാരി ഉണ്ടായിരിക്കണം. ഇതൊന്ന് നോക്കൂ, ഇത് 1 ആയതുകൊണ്ട് ഇതിൽ 0 വരാം 1 വരാം. പക്ഷെ നമുക്കറിയാം ഉറപ്പായിട്ട് 1 ആണ്. എന്ത് ചെയ്യാം, ഇതിൽ സപ്പോർട്ട് ചെയ്ത് 1 വരാം. അപ്പോൾ നമുക്ക് ഒരു അസൈൻ ചെയ്യാം, 0 വെച്ച് അസൈൻ ചെയ്ത് നോക്കാം. C1 0. അപ്പോൾ ആദ്യം C1 നോക്കാം. ഇത് 0 വേണമെന്നാണ്, അതായത് ക്യാരി ഇല്ല. ഇത് ഷുഡ് ബി എന്തായിരിക്കണം, R ഷുഡ് ബി എന്തായിരിക്കണം. അപ്പോൾ 5 + 5 കൂട്ടിയാൽ എന്തായിരുന്നു 10 വരും ഇല്ല, അതായത് ക്യാരി ജനറേറ്റ് വരും. പക്ഷെ നമ്മൾ ക്യാരി ഇവിടെ എന്താ എടുത്തിരിക്കുന്നു, 0 ആയിട്ടാണ് നമ്മൾ അസൈൻ ചെയ്തത്. എന്താണ് കാര്യത്തിന് 0 ആയിട്ടാണ് നമ്മൾ ഇതിന് മാറ്റിയിട്ട് 0 മാത്രം കൊടുക്കുക. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0, അതായത് ആറിൻ്റെ വാല്യൂ എന്തായാലും ഷുഡ് ബി ലെസ് ദാൻ 10 അല്ലേ, ലെസ് ദാൻ 10. അല്ലെങ്കിൽ O + O എന്താണ് 2O അല്ലേ, O + O 2O, 2 = R അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇപ്പോൾ ക്യാരി നമുക്ക് 0, R + R ഇൻറ്റു ഈ R പ്ലസ് അല്ലേ, ഏത് നമ്പർ നമ്മൾ C1 വാല്യൂ എന്താണ് 0 ആണ്. R + 0 എന്താ 6 അല്ലേ. അപ്പോൾ R ഷുഡ് ബി എന്തായിരിക്കണം ലെസ് ദാൻ 10, ലെസ് ദാൻ 10. പക്ഷെ എന്താണ് 2O എന്തായാലും ഇനി നമ്പർ മൾട്ടിപ്ലൈ ബൈ 2 എന്തായിരിക്കും ആൻസർ ഈ നമ്പർ ആയില്ലേ. 2 × 1 ആയില്ലേ 2, 2 × 2 is 4. ഇനി O3 ആണെങ്കിൽ 2 × 3 6, 2 × 4 8, 2 × 5 10. പക്ഷെ 10 വന്നു കഴിഞ്ഞാൽ ക്യാരി എന്തായിരിക്കണം നന്നായിരിക്കും, അതായത് ഓൻ്റെ വാല്യൂ എന്തായിരിക്കണം, അതാണ് ഞാൻ എഴുതാൻ കാരണം. മനസ്സിലായോ? അപ്പോൾ ഓൻ്റെ എഴുതാൻ കാരണം ഇതാണ്. അപ്പോൾ 2O = R. അപ്പം എന്തായാലും R എന്തായിരിക്കണം ഈ എന്ന് പറയാം. പക്ഷേ ക്യാരി 0 ആയതുകൊണ്ട്, അതായത് ക്യാരി 1 ആയി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, R 9 കൂടുതലായിരിക്കും അല്ലേ. ആൻഡ് ഓൾസോ 2O, അത് ഏത് നമ്പർ മൾട്ടിപ്ലൈ ബൈ 2 എന്തായിരിക്കും ഇവിടെ എന്തായിരിക്കും ഉറപ്പാക്കുക. പക്ഷെ 10 കുറവായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഒരു അസ്യൂം ചെയ്തു തൽക്കാലം R-ന് 4 എടുത്തു. എന്താണ്, കാരണം 5 എടുത്ത് എന്താവും 2 × 5 10 ആവും. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ 2O അതായത് 5 ആണ് ചെയ്യുക. 2 × 5 എന്താവും അറിയാം, 2 × 5 10. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, O-ന് 4 ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ O-ന് 4 ആയിട്ട്, O-ന് 4 ആയിട്ട് കൺസിഡർ ചെയ്തു. നമുക്ക് O-ന് 4, അപ്പോൾ 4 + 4 എന്താവും 6, 8 കിട്ടും. R-ന് 18 കിട്ടും. R-ന് 18 കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് O-ന് 4 കൊടുത്ത്, O-ന് 4 കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 ഓൾറെഡി കട്ടായി, 1 റിമൂവ് ആയി. ബാക്കി 4 മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ബാക്കി എന്തൊക്കെയാണ് പോയി, ഓൺലി 4. അപ്പോൾ ഇതിൽ നിന്ന് 4 പോയില്ലേ, W4 വരുമോ, T-ക്കും 4 വരുമോ. അതായത് നമുക്കത് 4-ഉം ഇനി ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ 8-ഉം ഉപയോഗിക്കാൻ പാടില്ല. അതായത് T-നെ ബാക്കി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, 1-ഉം വേണമെങ്കിൽ 1-ഉം കട്ടായി. പിന്നെ കയ്യിലുള്ളതൊക്കെയാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. O കണ്ടുപിടിച്ചു, R കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയണം O4 ആണെങ്കിൽ T + T എന്താണ്, T + T എന്താണ്
t plus t, that is 2t. അവിടെ എന്ത് ചെയ്യും? ഈക്വൽ ടു എഫ് ഒ അല്ലേ? എഫ് എന്ന ഓർഡറിൽ 1 ആണ്, ഓ എന്താണ് 4, അപ്പോൾ 14. 2t ഈക്വൽ ടു 14, t ഈക്വൽ ടു എത്രയാണ് 7. അപ്പോൾ ടിക്ക് നമുക്ക് 7, ടിക്ക് 7 കൊടുത്തപ്പോൾ ടി 7 ആയി, ഇത് 7 ആയി, ഓയിലും 4 കിട്ടി. ഈ ഡബ്ല്യു യു ആണ് ഇവിടെ നമ്മുടെ കയ്യിൽ 7 കട്ടായി. ഇനി നമുക്ക് ബാക്കി ചെക്ക് ചെയ്യേണ്ടത് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു എന്തായാലും നമുക്കറിയാം, നമ്മൾ ഇതിന് ക്യാരി C2 ആയിട്ട് മുഖം ചെയ്തു. അപ്പോൾ എന്തായാലും യു എന്തായിരിക്കണം ലെസ് ദാൻ 10 ആയിരിക്കണം. 2w ഈക്വൽ ടു യു, അത് ലെസ് ദാൻ 9 ആണെങ്കിൽ ഡബ്ല്യു എന്തായിരിക്കണം ലെസ് ദാൻ 5 ആയിരിക്കണ്ടേ. 2 5 ആയിരിക്കുന്ന ക്യാരി വരില്ലേ, സോ ഡബ്ല്യു എന്തായിരിക്കണം 5നേക്കാളും ചെറുതായിരിക്കണം, അതായത് ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. അല്ല ഈവൻ നമ്പേഴ്സ് അല്ല, എന്തൊക്കെയാണ് 0 വരാം, 1 വരാം, 0 കട്ട് വരാം, 0 കട്ട് വരാം, അല്ലെങ്കിൽ 0 കട്ടായിട്ടില്ല അല്ലേ, 0 ആണ്, നമുക്ക് 0 കൊണ്ട് ഉപയോഗിക്കാം. 0 1 2 കട്ട് ചെയ്യാം, ഇല്ല 2 ഉണ്ട്, പിന്നെ 4 വരാം അല്ലേ. എന്തായാലും 5 വന്നു കഴിഞ്ഞാൽ ക്യാരി ഇവിടെ 0 നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് യുവിൻ്റെ കണ്ടുപിടിക്കണം. യുവിൻ്റെ കാര്യം കണ്ടുപിടിക്കണം, നമുക്ക് ഡബ്ല്യൂയുടെ കാര്യം കണ്ടുപിടിക്കാം. ഇപ്പൊ ഡബ്ല്യൂന് 2 കൊടുത്തില്ല, ഡബ്ല്യൂന് 2 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഡബ്ല്യു എന്താ ഏഴ് നമ്പർ ആവും, പക്ഷെ യു എന്തായിരിക്കും ഷുഡ് ബി ഈവൺ. കാരണം ഇവിടെ ഇപ്പോൾ 1 ആണെങ്കിലും 2 into 1 എന്താണ് 2 അല്ലേ. ഇനി W3 ആണെങ്കിലോ 2 into 3 6. അപ്പോൾ എന്തായാലും യു എന്തായിരിക്കണം, യു ഷുഡ് ബി ഈവൺ. പക്ഷെ നമ്മുടെ ഈ ഈവൺ ആയിരിക്കും ഉള്ളൂ. ഇപ്പോൾ 4 കട്ടായി, ഇനി 2 മാത്രമേ ഉള്ളൂ അല്ലേ, പിന്നെ 6 ഉണ്ട്. പക്ഷെ 6 വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം ഡബ്ല്യു എന്തായിരിക്കണം ലെസ് ദാൻ 5, യു എന്തുവാണെന്നാവാം, യു എന്തായാലും ലെസ് ദാൻ 9 വരുമ്പോൾ. അപ്പോൾ 8 ഉണ്ട് ഇപ്പോൾ കയ്യിൽ, 8 പോയില്ലേ, 8 കട്ടായി, 8 ആര് കൊടുത്തുകൊണ്ട് ഇവിടെ 6. ഇനി 6 ഉണ്ട്, അത് 6 ഉണ്ട്, പിന്നെ 4 കട്ടായി 2 ഉണ്ട്, 6 2 ഉണ്ട്. ഇപ്പം 2 കൊടുത്തിരിക്കാം, 2 + 2 എന്താണ് യുവിന് ഉണ്ടാവും അല്ല, സോറി യുവിന് വന്നപ്പോൾ ലെസ് ദാൻ, ഇപ്പൊ നമ്മൾ ഡബ്ല്യുവിന് എക്സാമ്പിൾ 2 + 2 കൊടുത്തിരിക്കാം, അപ്പോൾ എന്താവും 4 ആവും അല്ലെ. ഡബ്ല്യുവിന് വരാനുള്ള ചാൻസ് ആണ് പറയാം, ഡബ്ല്യുക്ക് വരാനുള്ള ചാൻസ് ആണ് 2 ഉണ്ട്, പിന്നെന്താ, അപ്പോൾ ഡബ്ല്യു ഷുഡ് ബി എന്താ പറയുക ഓടായിരിക്കും, ഓട്. അപ്പോൾ എന്താണ് 0 1 എന്തായാലും 1 ഇല്ല, 3 ഉണ്ട്, 6 ഉണ്ട്. ഇനി 1 വരികയാണെങ്കിൽ 1 + 1 അല്ലെങ്കിൽ 2 + 2 ചെയ്യാം അല്ലെ. ഇപ്പോൾ ഈ ഓടായിരിക്കുന്നത് ഓട് കൊടുത്തില്ല, 1 + 1 ഓൾറെഡി കൊടുത്തുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി ഈവൺ അയക്കുന്നത്, ഈവൺ 2 ഉണ്ട്, 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 2 എന്താണ് 4. അപ്പോൾ കറക്റ്റാണ്. 4 ആര് കൊടുത്ത്, 4 ആർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഓ അല്ലേ, ഓ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് W + W യു എന്തായാലും ലെസ് ദാൻ 9 ആയിരുന്നു, പക്ഷെ
ലെസ് ദാൻ 9 പറഞ്ഞാൽ ഷുഡ് ബി എന്താണ് ഈവൺ ആയിരിക്കും. ഈവൺ ഏതൊക്കെയുണ്ട്? 6 അവൈലബിൾ ആണ്, 8 അവൈലബിൾ അല്ല, 6 കട്ട് ചെയ്തിരിക്കുക, 4 കട്ടായിട്ട് 2 ഉണ്ട്. അതായത് 2 6 ആണ് പോസിബിൾ. അപ്പോൾ 2 + 2 കിട്ടുക എന്താവും? 2 വരികയാണെങ്കിൽ അതായത് ഡബ്ല്യൂവിന് ഇല്ല, ഡബ്ല്യു അല്ല, യുവിന് 2 വരികയാണെങ്കിൽ ഡബ്ല്യു എന്തായിരിക്കും? 1 ആയിരിക്കും. പക്ഷെ 1 ഓൾറെഡി ആയി കൊടുത്തിട്ടുണ്ട്, എഫിന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പോസിബിലിറ്റി വരാൻ പോകുന്നത് 6 ആണ്. 6 വരണമെങ്കിൽ 3 + 3 എന്തായിരിക്കും? 6. അപ്പോൾ ഡബ്ല്യുവിന് നമുക്ക് 3 വെക്കാം. സോ ഡബ്ല്യുവിന് 3, 6ന് എന്തെടുത്തു? യു. അപ്പോൾ എഫ് ഒ യു ആർ. അപ്പോൾ 6 8 യു 6 ഒ എന്തായിരുന്നു? ഓ എത്രയായിരുന്നു? 3 2t + 2t 4. ഓന് 4. ഒന്ന് ക്ലിയർ ആക്കിക്കാം. ഓ 4 വന്ന് 4 + 4 8 ഓ. അപ്പോൾ എഫ് ഒ യു ആർ ആണ്. F1 O4 UR 6 R8. അപ്പോൾ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചു. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ ഈ ടേബിൾ എന്താണ് മാറ്റം. ഇപ്പം നമ്മൾ റഫാക്കിയാണ് നമുക്ക് സംശയം ടേബിൾ വെച്ചിട്ട് പിക്ചർ ആക്കി അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. ടേബിൾ വരയ്ക്കാണ്ട് എത്ര ടേബിൾ, എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്ര ലെറ്റേഴ്സ്. ടിയും ഡബ്ല്യൂ റിപ്പീറ്റ് ഇടാം. അതുകൊണ്ട് തന്നെ ടി ഡബ്ല്യു ഒ എഫ് യു ആർ. ഇനി എത്ര കാര്യം തോന്നുന്നുണ്ട്? അപ്പോൾ 1 2 3 4 5 9 കോളം മാറ്റണം. പിന്നെ മുകളിൽ ഇതുപോലെ ഇത് അസൈൻമെന്റ്, ഇത് സ്റ്റെപ്പ്. ഓക്കെ, അതാണ് ഇവിടുത്തെ കഥ. സീറ്റിൽ നിന്ന് ഇത് ക്യാരിയാണ്. അത് നമ്മുടെ യൂണിറ്റ് ക്യാരി. ഇത് 100ന്റെ കാര്യം, 2000. ഇത് എഫിന്റെ ക്യാരി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നും അറിയാം എഫിന്റെ കാര്യമാണ്, എഫിന്റെ കാര്യമാണ്. ഇത് രണ്ടാമത്തെ കാര്യം. ഇതൊന്നും നിങ്ങൾ നോക്കേണ്ടത്, ഇത് നോക്കിയാൽ മനസ്സിലാക്കില്ല. ഇനി കൺസ്ട്രെയിൻസ് ആയിക്കോട്ടെ. കൺസ്ട്രെയിൻസ് ക്യാൻ ബി റെപ്രസെന്റഡ്. അതായത് കണ്ടീഷൻസ്. ഇതിന് നമുക്ക് ഹൈപ്പർഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. എഫ് ഒ യു ആർ. ഇതാണ് റിസൾട്ട്. ടി ഡബ്ല്യു ഒ ഇത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ടി ഡബ്ല്യു ഒ, ടി ഡബ്ല്യു ഒ, ഇവിടെയാണ് എഫ് ഒ. അതായത് ഈ ടിയും ഈ ടി അല്ലെ, ഈ ടിയും പിന്നെ ഈ ഡബ്ല്യു അല്ലെ, ടിയും ഈ ഒ അല്ലെ. C3 എവിടെ നിന്നുണ്ടായത്? എഫ് എന്നുണ്ടായത്. അത് ഏതിൽ നിന്നുണ്ടായതാണ്? ടി എന്നാണ്. ഈ C3 ജനറേറ്റ് ആകുമ്പോൾ ഇവിടെ നിർമ്മിക്കണം. അതാണ് പറയുന്നത്. C3 എവിടെ നിന്ന്? C2 C2 വരുന്നത് ആരായിട്ടാണ് വരിക? ടിയും ഡബ്ല്യു ടിയും ഡബ്ല്യു. ഇനി ഡബ്ല്യു ഒ ഡബ്ല്യു ഒ ഡബ്ല്യു ഒ അതാണ് 1. മനസ്സിലായോ? ഇതൊരു ഇത് C3 ആണ്. ടിയും എഫിന്റെ ടിയും രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് നെഗറ്റീവ് ഓ ഓവും ഓവും യാറും എഴുതിയത്. ഓ യാർ രണ്ടിൻ്റെയും കൂട്ടിയിട്ടാണ് ഉപയോഗിക്കാൻ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, constraint satisfaction is a two-step process. അതായത് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 സ്റ്റെപ്പ്. ഒന്ന് കൺസ്ട്രെയിൻസ് പ്രൊപ്പഗേറ്റ് അല്ലെങ്കിൽ ഒരു ഗസ്, നമ്പർ ഗസ് ചെയ്തു. C2ന്
C3നെ 1 എന്തായാലും വരും നമുക്ക് പറയാം. അപ്പം അങ്ങനെയാണെങ്കിൽ C2 C1 ഉണ്ടായിരുന്നു C1. അതാണ് ഇവിടെ ഗസ് സംഭവം. ഇനി കൺസ്ട്രെയിൻസ് ആർ ഡിസ്കവേർഡ് അത് വരുന്നുണ്ട്. കാരണം പുതിയൊരു ക്യാരക്ടർ ജനറേറ്റ് ചെയ്യുന്ന അർത്ഥം ക്യാരി ജനറേറ്റ്. ക്യാരി ജനറേറ്റ് ചെയ്യാൻ എന്താർത്ഥം? നമ്മൾ ലോജിക് ഡിസൈൻ പഠിച്ചിട്ടില്ലേ? ക്യാരി ജനറേറ്റ് ചെയ്യുന്നു ആ ക്യാരിയുടെ വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ കൺസ്ട്രെയിൻ സാറ്റിസ്ഫാക്ഷൻ. കൺസ്ട്രെയിൻ ഓരോ ക്യാരക്ടറും സാറ്റിസ്ഫൈ ചെയ്തു പറയുന്നത് അതിൻ്റെ വാല്യൂ സാറ്റിസ്ഫൈ ആയിരിക്കും, അതായത് ഡിസ്കവേർഡ് ആയിരിക്കും അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ. ഇത്രേ ഉള്ളൂ. ബാക്കി നോക്കാം ബാക്കി വരുമ്പോൾ. The constraint propagation will also arrive from the inference. Inference പോകുന്നത് അതായത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയോ എന്നാണ് അറിയും. അതായത് ഓരോ നോഡും സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ റൂൾ തന്നെ അപ്ലൈ എനിക്ക് ഓക്കെ ആണ്. നമ്മളിപ്പോൾ T+T കൂട്ടിപ്പോൾ F2O കിട്ടി, അല്ല F എനിക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ട എന്ന് പറഞ്ഞ റൂളാണ്. ടിയും കൂട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് എഫോ കാര്യം rule and already rule on it. The contradiction may be taken, the propagation gains cannot be strained. In constraint propagation, ഓരോ PWO ഓരോ ക്യാനും പ്രൊപ്പഗേറ്റ് ആണ് നമുക്ക് കൺസ്ട്രെയിൻ പ്രൊപ്പഗേഷൻ ജനറേറ്റ് ചെയ്യുന്നത്.